വെൽക്കം ബാക്ക് ടു അക്യൂ ലൈഫ് ഗൈസ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വളരെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. യെസ്, ഇറ്റ് ഈസ് എ ബ്ലൂടൂത്ത് കാർ സിസ്റ്റം. പോർട്രോണിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഓഡിയോ സിസ്റ്റമാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഈ മോഡലിൻ്റെ പേര് ഓട്ടോ 12 എന്നാണ്. ഓട്ടോ 12 സ്മാർട്ട് ഓഡിയോ കണക്ടർ, കമ്മ്യൂണിക്കേറ്റ് വൈൽ യു കമ്മ്യൂട്ട്. സൈഡിൽ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് കാണാം. ബ്ലൂടൂത്ത് 5.1, 3.5 mm ഓക്സ് കേബിളിൻ്റെ കൂടെയുണ്ട്. അതല്ലാതെ ബേസ് ബട്ടൺ ഉണ്ട്, ഹാൻഡ്സ് ഫ്രീ, വോയിസ് അസിസ്റ്റൻറ്റ്, 1 meter കേബിൾ ലെങ്ത്, ഓഡിയോ ആൻഡ് USB. സോ വളരെ ഒരു സ്മോൾ പാക്കേജിംഗ് ആണ് സ്മാർട്ട് ഓഡിയോ കണക്ടർ. ബാക്ക് സൈഡ് ഇവിടെ നമുക്ക് കാണാം 1 year വാറൻറ്റി ഇവർ തരുന്നുണ്ട്. അതല്ലാതെ പ്രൊഡക്റ്റിൻ്റെ MRP ഇവിടെ നമുക്ക് താഴെ കാണാം. 1400 എന്നാണ് ഇവർ എഴുതിയേക്കുന്നത്, 1499. പക്ഷേ നമ്മളിത് മേടിച്ചത് ഒരു 499 റുപ്പീസിനാണ്. എന്തായാലും ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ നമുക്ക് വേറെ കുറേ ബ്ലൂടൂത്ത് സിസ്റ്റംസ് കാണാൻ സാധിക്കും കാർ ഓഡിയോയ്ക്ക് വേണ്ടി. അതിൽ നിന്ന് ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം ഇതിൻ്റെ റിവ്യൂസ് ഒത്തിരി നല്ല റിവ്യൂസ് ആയിരുന്നു. അതല്ലാതെ ഞാൻ ഇതിന് മുമ്പേയും കുറേ കാർ ഓഡിയോ ബ്ലൂടൂത്ത് സിസ്റ്റംസ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ചീപ്പ് ക്വാളിറ്റിയുടെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്നും അത്രത്തോളം നല്ലതല്ലായിരുന്നു. നമുക്ക് ഈ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ബ്ലൂടൂത്ത് യൂണിറ്റ് കാണാം. അതല്ലാതെ ഇതിൻ്റെ ഓക്സ് കേബിളും പിന്നെ USB കേബിളും ഈ ഒരു ഫ്രെയിമിൻ്റെ അകത്ത് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. വേറെ ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടൻസാണ് ഉള്ളത്, ഈ ഒരു വാറൻറ്റി കാർഡും അതല്ലാതെ ഈ സ്റ്റിക്കിംഗ് ടേപ്പാണ്. ഇത് ഒരു വെൽക്രോ ടേപ്പാണ്. അതിൻ്റെ ബാക്ക് സൈഡ് എഡ്ഹസീവ് ഉള്ളതാണ്. സോ ഈ വെൽക്രോ ടേപ്പ് വെച്ചായിരിക്കും നമ്മളിത് നമ്മുടെ കാറിൽ ഫിക്സ് ചെയ്യുന്നത്. ചെറിയൊരു വാക്കി ടോക്കിൻ്റെ കൂട്ടാണ് കണ്ടു കഴിഞ്ഞാൽ. പ്ലാസ്റ്റിക് ക്വാളിറ്റി ഫെയർലി ഓക്കെ ക്വാളിറ്റിയാണ്. ഒത്തിരി നല്ല ക്വാളിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. അതല്ലാതെ ബട്ടൺസിന് നല്ലൊരു ടെക്ടൈൽ ക്ലിക്ക് ഫീലുണ്ട്. സോ വളരെ ഒരു ചെറിയൊരു ഡിവൈസാണ്. ഇതാണ് ഇതിൻ്റെ മൈക്ക് പീസ്. അതല്ലാതെ കേബിൾ ലെങ്ത് അവർ പറഞ്ഞ പോലെ. സോ ഈ 2 കേബിളും അറ്റാച്ച്ഡ് ആണ്. ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അപ്പം ഇത് USB വെച്ചാണ് നമുക്ക് പവർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു USB കാർ ചാർജറും ഓർഡർ ചെയ്തായിരുന്നു. അത് നമ്മുടെ ഒരു Ptron എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ Ptronൻ്റെ കാർ ചാർജറിൻ്റെ നല്ല റിവ്യൂസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. പിന്നെ അതല്ലാതെ ഈ Ptronൻ്റെ ഈ ഒരു ചാർജർ ക്വിക്ക് ചാർജ് 3.0 സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അത് ഉള്ളതുകൊണ്ട് ഫോൺ നമുക്ക് എളുപ്പം ചാർജ് ചെയ്തെടുക്കാം. എന്തായാലും നമുക്ക് ഇതിൻ്റെ ബോക്സ് എളുപ്പം അൺറാപ്പ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടൻറ്റ്സ് ആണ് ഉള്ളതെന്ന് എളുപ്പം നോക്കാം. Ptron അതല്ലാതെ നമ്മുടെ ഈ ചാർജറിൻ്റെ ഒരു വലിയൊരു ഫോട്ടോ ഇതിൻ്റെ മുകളിലുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് സ്പെസിഫിക്കേഷൻസ് എഴുതിയേക്കുന്നത് കാണാം. ഇറ്റ് സേസ് ഔട്ട്പുട്ട് ഇൻ്റർഫേസ് 2 USB + 1 Type-C. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് 2 USB പോർട്ട് കിട്ടുന്നുണ്ട്. അതല്ലാതെ ഒരു Type-C പോർട്ടും കിട്ടുന്നുണ്ട്. അപ്പം ചാർജിങ് ഔട്ട്പുട്ടിൽ 3 ഔട്ട്പുട്ട്സാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ചാർജിങ് ഇൻപുട്ട് DC 5 വോൾട്ടിനാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതല്ലാതെ ഔട്ട്പുട്ട് വോൾട്ടേജസ് നമുക്ക് കിട്ടുന്നത് 5 volt, 9 volt, 12 volt. മാക്സിമം പവർ ഔട്ട്പുട്ട് ഇതിൻ്റെ 68 watts ആണ്. അപ്പം നമ്മുടെ ഈ 68 watts പവർ ഉള്ള ക്വിക്ക് ചാർജ് 3.0 സപ്പോർട്ട് ചെയ്യുന്ന ഫോൺസൊക്കെ നമുക്ക് ഈസിലി എളുപ്പം ചാർജ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് എഴുതിയേക്കുന്നത് കാണാം. ഇനി നമുക്ക് ബോക്സ് തുറന്ന് നോക്കാം എന്തുവാ ബോക്സിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ്സ് ആണ്. ഇവിടെ ഈ ബോക്സിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ചാർജർ മാത്രമാണ്. ചാർജറിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി ഓക്കേയിഷ് ആണ്. നമ്മൾ കൊടുക്കുന്ന ആ പ്രൈസ് അനുസരിച്ച് ഈ ഒരു പാർട്ട് നല്ല ഷൈനിയാണ്. ഇവത്തെ നിങ്ങൾക്ക് എഴുതിയേക്കുന്ന കാണാം. Ptronൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. അതല്ലാതെ നമ്മുടെ Qualcomm Quick Charge 3.0ൻ്റെ ആ ഒരു ലേസർ മാർക്കിംഗ് ഉണ്ട്. So this is the product that I ordered from Amazon. അപ്പം ഈ ബ്ലൂടൂത്ത്
കാർ ഓഡിയോ സിസ്റ്റം ഓടിക്കാൻ വേണ്ടി എക്സിസ്റ്റിംഗ് USB പോർട്ടിലോട്ട് വേണമെങ്കിൽ ഇത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ കാറിൽ എപ്പോഴും കരുതിയിരിക്കേണ്ട ഒരു സാധനമാണ് അത് ഈ കാർ ചാർജറാണ്. മിക്കവാറും നമ്മുടെ ഈ ഓൾഡ് വേർഷൻ കാറൊക്കെ ഉള്ളവരുടെ മ്യൂസിക് സിസ്റ്റത്തിൽ ബ്ലൂടൂത്തിൻ്റെ ആ ഒരു ഓപ്ഷൻ കാണത്തില്ലായിരിക്കും. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ സിസ്റ്റം വെച്ച് നമുക്ക് ബ്ലൂടൂത്ത് വെച്ച് നമുക്ക് സോങ്സ് പ്ലേ ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി നമ്മുടെ എക്സിസ്റ്റിംഗ് മ്യൂസിക് സിസ്റ്റത്തിൽ കിട്ടും. ഇതിൻ്റെ അകത്ത് 2 പോർട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരെണ്ണം 3.5 ആംപിയർ എന്ന് എഴുതിയിട്ടുണ്ട്, ഒരെണ്ണം ക്വിക്ക് ചാർജ് 3.0 എന്ന്. ഇനി ഇത് നമുക്ക് എളുപ്പം നമ്മുടെ ഈ കാറിൻ്റെ അകത്തെ ഈ ചാർജിങ് പോർട്ടിലോട്ട് ഇത് ഫിക്സ് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ, ഞാൻ കാറിൻ്റെ അകത്ത് ഇരിക്കുവാണ്. നമുക്ക് ഈ പോർട്ട് തുറന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് പുഷ് ചെയ്യാം. സോ ഇത് പുഷ് ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ അകത്തെ ഒരു LED ലൈറ്റ്സ് നിങ്ങൾക്ക് കത്തുന്നത് കാണാം. സോ ഡെഫിനറ്റ്ലി ഇത് കാണാൻ വളരെ സുന്ദരമാണ്. ഈ LED ലൈറ്റ്സ് ഇവർ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന 2 പേർപ്പസാണ് ഇത് ഫുൾഫില്ല് ചെയ്യുന്നത്. നമ്പർ 1, ഈ LED ലൈറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് കാണാൻ കുറച്ചുകൂടെ നല്ല ഒരു ലുക്ക് ആൻഡ് ഫീല് തരുന്നുണ്ട് നമ്മുടെ കാറിൻ്റെ അകത്ത്. അതല്ലാതെ ഈ LED ലൈറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ USB പോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം രാത്രി വെട്ടമില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ഈസിലി നമ്മുടെ ഈ കാർ ചാർജറിൻ്റെ USB പോർട്ടിലോട്ട് ഈ USB കേബിള് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഈ USB കേബിള് നമ്മുടെ ഫോണിലോട്ട് കുത്തി നോക്കാം ഇതിൻ്റെ ചാർജിങ് സ്റ്റേറ്റസ് എന്തുവാണെന്ന്. സോ ഹിയർ യു ക്യാൻ സീ, ഞാൻ ഇത് ഡിസ്കണക്ട് ചെയ്തിട്ട് ഒന്നുകൂടെ കണക്ട് ചെയ്യാം. ഇവിടെ കണ്ടോ, ക്വിക്ക് ചാർജ് എന്ന് എഴുതി വരുന്നത്. സോ ദാറ്റ് മീൻസ് ഇത് USB നമ്മുടെ ക്വിക്ക് ചാർജ് 3.0 പോർട്ടിൽ നിന്ന് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ആ ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നല്ലൊരു ആക്സസറിയാണ്. നിങ്ങൾ കാറിൽ എപ്പോഴും കരുതി വെക്കേണ്ട ഒരു ആക്സസറിയാണ്. ഈ ആക്സസറീൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് പോയി മേടിക്കാവുന്നതാണ്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ മച്ച് അവൈറ്റഡ് ഈ ബ്ലൂടൂത്ത് ഓഡിയോ സിസ്റ്റമാണ്. അപ്പം ആദ്യം നമുക്ക് കാറിൻ്റെ ഈ എക്സിസ്റ്റിംഗ് USB പോർട്ടിലോട്ട് ഇത് കണക്ട് ചെയ്ത് നോക്കാം. അപ്പം അത് കണക്ട് ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് പവർ സപ്ലൈ വന്ന് ഇരിക്കുകയാണ്. അപ്പം ഇത് എവിടോട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ കിട്ടിയേക്കുന്ന ഈ എഡ്ഹെസീവ് വെൽക്രോവ് അത് നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പം എന്തായാലും നമുക്ക് ഈ ബ്ലൂടൂത്ത് ഡിവൈസ് ഓൺ ആയതുകൊണ്ട് തന്നെ നമുക്കിത് എളുപ്പം നമ്മുടെ ഫോണിൻ്റെ കൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഈ ബ്ലൂടൂത്ത് ഡിവൈസിൻ്റെ പേര് ഓട്ടോ 12 എന്നാണ് ഇതിൻ്റെ മോഡലിൻ്റെ നമ്പർ. അപ്പം ഓട്ടോ 12ൻ്റെ പേരിൽ തന്നെ ആയിരിക്കും ഇത് നമുക്ക് പെയറിംഗ് ഡിവൈസായിട്ടും അവൈലബിൾ ഡിവൈസ് ലിസ്റ്റ് കാണാൻ സാധിക്കുന്നത്. എളുപ്പം നമുക്ക് സെർച്ച് ചെയ്യാം. ഓട്ടോ 12 ഇവത്തെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സാധാരണ നമ്മൾ ബ്ലൂടൂത്ത് ഡിവൈസ് കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതിനെ പെയർ ചെയ്യും. അപ്പം പെയറിംഗ് നമ്മുടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുവാണ് ഗൈസ്. ഇനിയും പെയറിംഗ് കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് ഇതിൻ്റെ ഒരു ഓഡിയോ ടെസ്റ്റ് ചെയ്യാം. ഓഡിയോ ടെസ്റ്റ് ഇത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഓക്സ് മോഡിലോട്ടാണ് ഇടേണ്ടത്. കാരണം നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് സിസ്റ്റം USB കേബിൾ വെച്ചാണ് ഇതിന് പവർ സപ്ലൈ കൊടുക്കുന്നത്. അതല്ലാതെ നമ്മുടെ ഈ ഇടയ്ക്കുള്ള ഡിവൈസിൻ്റെ അകത്താണ് ബ്ലൂടൂത്ത് മോഡ്യൂൾ ഉള്ളത്. ആ ബ്ലൂടൂത്ത് മോഡ്യൂളാണ് നമ്മുടെ ഫോണിനോട് കണക്റ്റ് ആകുന്നത്. ആ ബ്ലൂടൂത്ത് മോഡ്യൂളിൻ്റെ അകത്തുനിന്ന് ഒരു 3.5 mm ജാക്ക് നമ്മുടെ ഓക്സ് ഇൻപുട്ടിലോട്ടാണ് നമ്മുടെ സ്റ്റീരിയോ സിസ്റ്റത്തിൻ്റെ അകത്ത് പോകുന്നത്, നമ്മുടെ ഇൻപുട്ട് പോകുന്നത്. അപ്പം എന്തായാലും കാറിൻ്റെ ഓഡിയോ സിസ്റ്റത്തിൽ നിങ്ങൾ ഇൻപുട്ട് മെത്തഡ് ഓക്സ് എന്ന് തന്നെ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കേൾക്കാം ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ക്വാളിറ്റി.
വളരെ നല്ലൊരു ഓഡിയോ ക്വാളിറ്റിയാണ് ഈ ഒരു ബ്ലൂടൂത്ത് സിസ്റ്റം കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഫീച്ചർ ചെയ്തതും ഇതിൻ്റെ റിവ്യൂസ് കണ്ടിട്ട് ഞാൻ വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു. സോ ഐ വാണ്ടഡ് ടു ചെക്ക് ആൻഡ് എനിക്കും എൻ്റെ വണ്ടിക്ക് വേണ്ടി ഒരു ബ്ലൂടൂത്ത് സിസ്റ്റം വേണമായിരുന്നു. സോ ഐ വാസ് ഫൈനലി ഏബിൾ ടു ഡു ദ അൺബോക്സിങ്, യൂസ് ദ ഇൻ്റർഫേസ്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കോൾ വരുമ്പോൾ സംസാരിക്കാവുന്നതാണ്. ദിസ് ഗിവ്സ് എ ഫീൽ ഓഫ് ഫോറിൻ പോലീസ് മാൻ. അവിടെയൊക്കെ ഇങ്ങനത്തെ വോക്കി ടോക്കിയാണ് പോലീസുകാർ ഉപയോഗിക്കുന്നത്. സോ അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. സോ ദിസ് ക്യാൻ ബി പ്ലേസ്ഡ് ഹിയർ. ഇവിടെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. ഡൽഹിയിൽ നല്ല ഒരു ചൂട് കാലാവസ്ഥയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ചൂട് കാരണമാണ് ഇതിൻ്റെ ഈ വെൽക്രോവിൻ്റെ പുറകിലത്തെ ഈ ഗം ലൂസനപ്പ് ആയിരിക്കുകയാണ്. ആ സമയത്ത് കാറിൻ്റെ അകത്ത് വളരെ ഹീറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ വെൽക്രോവിൻ്റെ ഈ ഗമ്മ് ഒലിച്ച് പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പക്ഷേ അല്ലാതെ മേജർ ഡാമേജസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. ഇത് യൂസബിൾ കണ്ടീഷനാണ് ഇപ്പോഴും. കഴിഞ്ഞ 8 മാസം കൊണ്ട് ഞാൻ ഈ ബ്ലൂടൂത്തിന്റെ ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുവാണ്. എനിക്ക് ഇതുവരെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബ്ലൂടൂത്തിന്റെ ഈ ഒരു സെറ്റപ്പാണ്. കാരണം നമ്മളിൽ മിക്കവാറുടെ അടുത്തും നമ്മുടെ കാറിൻ്റെ അകത്തുള്ള ആ സ്റ്റീരിയോ സിസ്റ്റം അല്ലെങ്കിൽ ആ മ്യൂസിക് സിസ്റ്റം ഓൾഡ് രീതിയിലുള്ള മ്യൂസിക് സിസ്റ്റമാണ്. അതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് ഇൻബിൽഡ് ആയിട്ട് വരുന്നില്ല. അപ്പം അങ്ങനെ പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് പോർട്രോണിക്സ് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയേക്കുന്നത്. തീർച്ചയായിട്ടും ഒരു 500 റുപ്പീസിന്റെ ആ ഒരു പ്രൈസ് ബ്രാക്കറ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിന്റെ താഴെ തന്നെയും കുറെ ബ്ലൂടൂത്ത് കണക്ടേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട് മാർക്കറ്റിൽ. ഞാൻ അതിൽ മിക്കവാറും 2-3 ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഇൻഫാക്ട് 99 റുപ്പീസിന് വരെ ഒക്കെ ബ്ലൂടൂത്ത് കണക്ടേഴ്സ് വരുന്നുണ്ട് കാറിന് വേണ്ടി. അപ്പം അതും ഞാൻ മേടിച്ച് യൂസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ ആ ഓഡിയോ ക്വാളിറ്റി, അതിൻ്റെ ആ എക്സ്പീരിയൻസ് അത്രത്തോളം നല്ലതല്ല. കാരണം ഒബ്വിയസ്ലി ചീപ്പ് ക്വാളിറ്റിയുടെ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ യൂസ് ചെയ്തേക്കുന്ന ഡ്രൈവേഴ്സൊക്കെ ചീപ്പ് ക്വാളിറ്റിയുടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്ലൂടൂത്തിൽ നിന്ന് അങ്ങോട്ട് സെൻഡ് ചെയ്യുന്ന സിഗ്നൽസ് ആംപ്ലിഫൈ ചെയ്തിട്ടല്ല അത് സിസ്റ്റത്തിൻ്റെ അകത്തോട്ട് വിടുന്നത്. അപ്പം തീർച്ചയായിട്ടും ദ സൗണ്ട് ക്വാളിറ്റി ഈസ് നോട്ട് അപ് ടു ദ മാർക്ക്. പക്ഷേ നമ്മൾ ഈ പോർട്രോണിക്സിൻ്റെ ഈ ഓട്ടോ 12നെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ദിസ് ഹാസ് എ വെരി ഗുഡ് സൗണ്ട് ക്വാളിറ്റി. ഇൻ ടേംസ് ഓഫ് ബേസ് ഓൾസോ ഇതിൻ്റെ അകത്ത് ഇവരൊരു ബേസ് ബൂസ്റ്റർ ബട്ടൺ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് വെറും ഒരു ഗിമിക്കല്ല. ബേസ് ബൂസ്റ്റർ ബട്ടൺ നിങ്ങൾ അമർത്തുമ്പം ബേസ് സൗണ്ട്സ് എൻഹാൻസ് ആകുന്നുണ്ട് ആൻഡ് ഇറ്റ് ഈസ് വർക്കിംഗ് വെരി ഗുഡ്. അതല്ലാതെ കോൾ ക്വാളിറ്റീസ് ഒക്കെ അപ് ടു ദ മാർക്കാണ്. ഒത്തിരി നല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും നമുക്ക് ഈ വിൻഡോസ് ഒക്കെ അടച്ചിട്ടിട്ട് ഏതെങ്കിലും കോൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഓൾ ഓവർ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി ഇച്ചിരി ചീപ്പ് ആണെങ്കിലും ഇറ്റ് ഡസ് എ വെരി ഗുഡ് ജോബ് അറ്റ് ദ പ്രൈസ് പോയിന്റ് ദാറ്റ് ദേ ആർ സെല്ലിംഗ് ഇറ്റ്. എന്തായാലും എനിക്ക് ഈ പ്രോഡക്റ്റ് ഒത്തിരി ഇഷ്ടപ്പെട്ട്. സോ ഐ തോട്ട് നിങ്ങളുടെ അടുത്ത് ഇത് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടെന്ന്. അതല്ലാതെ പോർട്രോണിക്സിന്റെ ഈ ഒരു കാർ ചാർജർ അതും എനിക്ക് ഒരു നെസസറി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. കാരണം നമ്മൾ ലോങ് ഡ്രൈവിലൊക്കെ പോകുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ ഗൂഗിൾ മാപ്സ് ഒക്കെ ഇടുവാണെങ്കിൽ നമ്മുടെ ഫോണിന്റെ ബാറ്ററി എളുപ്പം അങ്ങ് ഡ്രെയിൻ ഔട്ട് ആയി പോകും. അപ്പം ആ ഒരു സ്ഥിതിയിൽ നമുക്ക് ഒരു കാർ ചാർജർ ഇല്ലാതെ പറ്റത്തില്ല. ഇപ്പം പുതിയതായിട്ട് വരുന്ന കാർസിൻ്റെ അകത്തൊക്കെ ഇൻബിൽറ്റ് USB പോർട്സ് ഒക്കെ ഉണ്ട് ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി. പക്ഷെ നിങ്ങളുടെ അടുത്ത് ഒരു പഴയ ഒരു മോഡൽ കാറാണ് ഉള്ളതെങ്കിൽ ഇതുപോലത്തെ പ്രൊഡക്ട്സ്, ഇതുപോലത്തെ ഗാഡ്ജറ്റ്സ് നമുക്ക് നമ്മുടെ കാറിൻ്റെ അകത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ പ്രോബ്ലംസിനെയൊക്കെ നമുക്ക് കിക്ക് ഔട്ട് ചെയ്യാവുന്നതാണ്. സോ നല്ലൊരു ബഡ്ജറ്റ് സെഗ്മെന്റിന്റെ അകത്ത് പോർട്രോണിക്സ് നല്ല പ്രൊഡക്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. ബീറ്റ് ദിസ് ബ്ലൂടൂത്ത് കാർ സിസ്റ്റം, അതല്ലാതെ നമ്മുടെ ഈ കാർ ചാർജർ. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ ക്വയറീസോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് DM ചെയ്യാവുന്നതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുണ്ട് ദി അക്കിയോ ലൈഫ് എന്നുള്ള പേരിൽ. അപ്പം അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ എന്നെ DM ചെയ്യാവുന്നതാണ്.
ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട്സിനെ സോൾവ് ചെയ്യുന്നതായിരിക്കും. അവിടെ തന്നെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അഥവാ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ ഒരു മേജർ കമ്മ്യൂണിറ്റീൻ്റെ അകത്തുള്ള ഒരു ഡൗട്ട് ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് നെക്സ്റ്റ് വീഡിയോയിൽ അഡ്രസ്സും ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട് ദാറ്റ് യു ഗൈസ് ഹാവ് ബീൻ ഗിവിങ്. ഇത് കണ്ടിന്യൂ ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എന്നെ ഫോളോയും ചെയ്യാവുന്നതാണ്. സോ സ്റ്റേ കണക്റ്റഡ്. I'll see you again in another video. So this is all for today in Akio Life. This is Akshay signing off. So കഴിഞ്ഞ 8 മാസം കൊണ്ട് ഞാൻ ഈ ബ്ലൂടൂത്തിന്റെ സിസ്റ്റം ഉപയോഗിക്കുക.